Hey hello guys, welcome back to our channel. So ഇന്ന് നമ്മൾ നോക്കുന്നത് ഡെമൺസ് ഓഫ് ദ ഷാഡോ റിയൽം എന്ന ജാപ്പനീസ് അനിമി TV സീരീസിന്റെ സീസൺ 1ലെ 8ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡ് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോക്ക് എത്ര ലൈക്ക് ആയെന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അങ്ങനെ കമന്റ് ചെയ്യുന്ന രണ്ടുപേരെ നമ്മൾ അടുത്ത എപ്പിസോഡിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സമയങ്ങളിൽ നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡിൽ നമ്മൾ കാണുന്നത് തന്റെ മാൻഷൻ മുഴുവനായി തകർന്നത് കണ്ട് അന്തം വിട്ട് നിൽക്കുന്ന കട്ടപ്പയാണ്. ഇതെല്ലാം ഞാൻ ശരിയാക്കാം എന്ന് പറഞ്ഞ് ഹഗൂറ മുന്നോട്ട് വരുന്നു. തന്റെ വൈറ്റ് കളർ ഡെമണിനെ ഉപയോഗിച്ച് അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം വാനിഷ് ചെയ്ത് അത് വൈറ്റ് വാഷ് ചെയ്യുന്നു. അതുപോലെ ബ്ലാക്ക് കളർ ഡെമണിനെ ഉപയോഗിച്ച് അതിനെ കളർ ചെയ്യുന്നു. എന്നാൽ അത് കണ്ട് ഡയറക്റ്റും യുരുവിനും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇവരുടെ പേരാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. എന്ത് ഫിക്സ് ചെയ്യണോ അതിന് വൈറ്റ് വാഷ് ചെയ്യും, ബ്ലാക്ക് അതിന് കളർ ചെയ്യും. അതിന് ഒബ്സർവേഷനും ഇമാജിനേഷനും ആവശ്യമാണ് എന്ന് ആസ അവരോട് പറയുന്നു. എന്റെ പേര് ഹഗുറെ ഇക്കാരോ, ഞാനൊരു മാങ്ക ക്രിയേറ്റർ ആണ്. ഹേയ് വെയിറ്റ്, നിങ്ങളാണോ അത്? ഒരു ഒറിജിനൽ ക്രിയേറ്റർ ആയിട്ടുള്ള നിങ്ങളുടെ ആ പേര് ഞാൻ ഒരുപാട് ഫിലിംസിൽ കണ്ടിട്ടുണ്ട്. അതെ, ഹഗുറി എന്റെ പെൻനെയിമാണ്. എന്റെ യഥാർത്ഥ പേര് ഹിഗാരു കാഗമോരി. എന്റെ ഫാമിലി കുറച്ച് ഡേഞ്ചർ ആയതുകൊണ്ട് റിയൽ നെയിം പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവെന്ന് വിചാരിച്ചിട്ടാ പെൻ നെയിം വെച്ചിരിക്കുന്ന. ഓ, അപ്പൊ നിങ്ങളും കാഗമോരിയാണോ? ആക്ച്വലി ഞങ്ങൾ 3 പേരും ബ്രദേഴ്സ് ആണ്. ഞാനാണ് മൂത്തത് ഹിക്കാരോ, ഇത് ആസുമ, പിന്നെ അവൻ ചെറിയ ബ്രദർ ജിൻ. ആക്ച്വലി ഞങ്ങളുടെ 3 പേരുടെയും അമ്മ വേറെ വേറെയാണ്, അതുകൊണ്ടാ കാണാൻ ഒരുപോലെ ഇല്ലാത്ത. മൂത്ത ബ്രദർ ഹഗുറ ആയതുകൊണ്ട് അവനായിരിക്കും അടുത്ത ക്ലാൻ ഹെഡ്. അവനെ ഫ്രണ്ട് ആക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാകും. ഹേയ്, ഒരു ക്ലാൻ ഹെഡായി ടെൻഷൻ അടിച്ച് ജീവിക്കാൻ എന്നെ കൊണ്ട് വയ്യ. ഞാൻ എന്റെ ഇഷ്ടത്തിന് കോമിക് എല്ലാം വരച്ച് സമാധാനത്തോടെ ജീവിച്ചോളാം. ക്രേസി ആയിട്ടുള്ള ക്രിയേറ്റേഴ്സ് ആണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി എഴുതാന്ന് ഞാൻ കേട്ടത്. അപ്പൊ സത്യമായിരുന്നല്ലേ? ഹേയ് മാങ്ക സാർ, നിങ്ങൾ ഫിക്സ് ചെയ്ത സ്ഥലമെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണല്ലോ, ഇത് സേഫ് ആണോ? തീർച്ചയായിട്ടും. അധികം വൈകാതെ ചുറ്റുമുള്ള കളേഴ്സ് എല്ലാം അതിൽ മിക്സായി അത് പഴയതുപോലെയാകും. ശരി, നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എന്ന് ജിൻ അവരോട് പറയുന്നു. വെയിറ്റ്, കഴിഞ്ഞ എപ്പിസോഡിൽ കമന്റ് ഇട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന 2 പേരാണിവർ. തീർച്ചയായിട്ടും ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. ഹരിഗത്തോ ഗൊസൈമസ്. പിന്നീട് നമ്മൾ കാണുന്നത് അവർക്കിരിക്കാനുള്ള സീറ്റ് 2 മനുഷ്യരെ പോലെയുള്ള കുഞ്ഞു ജീവികൾ പൊക്കിക്കൊണ്ടുവരുന്നതാണ്. സീറ്റ് മാത്രമേ അവർ പൊക്കിക്കൊണ്ടുവരുന്നുള്ളൂ എന്ന് വിചാരിച്ച യൂരോ കാണുന്നത് അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണമെല്ലാം അതുപോലെയുള്ള ഡെമൺസ് പൊക്കിക്കൊണ്ടുവരുന്നതാണ്. ഹേയ്, ഞങ്ങൾക്ക് സീറ്റിന്റെ ആവശ്യമില്ല. മനുഷ്യർ കഴിക്കുന്ന ഭക്ഷണം ഞങ്ങൾ കഴിക്കില്ല. നിങ്ങൾ ഞങ്ങളുടെ ഗസ്റ്റ് ആണ്. എല്ലാ ഗസ്റ്റിനെയും ഞങ്ങൾ ഒരുപോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്ന് കട്ടപ്പ അവരോട് പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് അവരെല്ലാവരും ഭക്ഷണം കഴിക്കുന്നതാണ്. ഹേയ്, ഇവൻ ഇവിടെ ഉണ്ടെന്ന് നിനക്ക് എങ്ങനെയാ മനസ്സിലായത് എന്ന് ജിൻ ഡാരയോട് ചോദിക്കുന്നു. അതൊരു സീക്രട്ട് ആണെന്ന് മാസായി പറഞ്ഞ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഡാര. ഇന്നലെ ഒരുപാട് ഡെമൺസ് ഈ മാൻഷൻ അറ്റാക്ക് ചെയ്തു. ഹിഗാഷി വില്ലേജിലുള്ളവരല്ലേ അവരെ അയച്ചത്. ഇന്നലെ ഇവൻ ഇവിടെ വന്ന അതേ സമയത്താണ് അവർ ഇവിടെ അറ്റാക്ക് ചെയ്തത്. ടൈമിംഗ് വളരെ പെർഫെക്റ്റ് ആയിരുന്നു. അത് മാത്രമല്ല, ടഡറ ക്ലാനിലുള്ളവർ ബാരിയേഴ്സ് ഒക്കെ വളരെ സിമ്പിളായി മറികടക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഹേയ്, ഇതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. അതുപോലെ മറ്റു ക്ലാൻസിന്റെ ബാരിയർ മറികടക്കാനൊന്നും എനിക്കറിയില്ല എന്നൊക്കെ അവരവിടെ സീരിയസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ ഒരു തന്റെ ഫുഡ് ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അവനത് ആസ്വദിച്ച് കഴിക്കുന്നത് കണ്ട് ആസ അവനെ തന്നെ നോക്കുന്നു. ഹേയ് ആസ, കാഗമോരി ക്ലാൻ നിന്നെ നന്നായി നോക്കുന്നില്ലേ? ഡോണ്ട് വറി, ഇവരെന്നെ നന്നായി നോക്കുന്നുണ്ട്. മാൻഷൻ എനിക്ക് വളരെ സേഫ് ആയിട്ടുള്ള സ്ഥലമാണ്. ഇതിന്റെ അകത്ത് കയറി എന്നെ അറ്റാക്ക് ചെയ്യാൻ ആരെക്കൊണ്ടും സാധിക്കില്ല. പക്ഷേ ഇന്നലെ രാത്രി അവർ ഇതിനകത്ത് കയറി. ഈ മാൻഷനിൽ നിന്നും ഒരടി നീ പുറത്തോട്ട് വെച്ചാൽ ഒരു പക്ഷേ എനിമീസ് നിന്നെ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. നീ മാൻഷനിൽ നിന്നും പുറത്തു പോകണമെന്ന് ഞാൻ പറയില്ല. പക്ഷെ നമ്മുടെ കയ്യിൽ ആവശ്യത്തിനുള്ള മരുന്നുകളില്ല. എന്തെങ്കിലും ആവശ്യം വന്നാൽ റെഗുലർ ഹോസ്പിറ്റലിലോട്ട് പോയേ പറ്റൂ. പക്ഷെ അവിടെ നീ സേഫ് ആയിരിക്കണമെന്നില്ല. സോ മാൻഷന് പുറത്തുള്ള ഒരു ഹോസ്പിറ്റലിലോട്ട് പോയ സമയത്തായിരുന്നു ഹിഗാഷി വില്ലേജിലുള്ളവർ അവളെ പിടിച്ചിരുന്നത്. ഹേയ്, എപ്പോഴും ഹോസ്പിറ്റലിൽ പോകാൻ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഡാര അവളോട് ചോദിക്കുന്നു. അതെ, ഗ്യാസ്ട്രിക് അൾസർ. ഹിഗാഷി വില്ലേജിലുള്ളവർ വീണ്ടും 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 എന്നെ സ്ട്രെസ് അടിപ്പിച്ചപ്പോ എന്റെ വയറ്റിലൊരു ഓട്ട തന്നെ വീണു. ഹേയ്, നീ എന്നോട് ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ല. അവർക്ക് അങ്ങനെ ചെയ്യാൻ ഓർഡർ കൊടുത്തത് ഞാനല്ല. ഹിഗാഷി വില്ലേജിലുള്ളവർ നിന്നോട് അങ്ങനെ ചെയ്തതിന് ഞാൻ നിന്നോട് സോറി ചോദിക്കുന്നു. ഹേയ് വെയിറ്റ്, ആസ, നിന്റെ ഫാമിലി രജിസ്റ്റർ എങ്ങനെയാണ്? ഇൻഷുറൻസ് ഇല്ലാതെ സാധാരണ ഹോസ്പിറ്റലിൽ പോകുന്നത് വളരെ എക്സ്പെൻസീവ് അല്ലേ? ഇതുവരെ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അമ്മ ഈ നാട്ടിലുള്ളതായതുകൊണ്ട് അതുവഴി രജിസ്റ്റർ ചെയ്യാമെന്നാ ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അച്ഛനും അമ്മയും ഇപ്പൊ മിസ്സിംഗ് ആണ്. അവരെ കാണാനില്ല എന്ന് ആസ അവനോട് പറയുന്നു. സോ അവന്റെ പേരൻസ് കാണാനില്ലെന്ന് ഇപ്പോഴാണ് ഡയറക്ക് മനസ്സിലാകുന്നത്. ഹേയ്, ഹിഗാഷി വില്ലേജിലോട്ട് ഞാൻ എപ്പോഴെങ്കിലൊക്കെ വരാറുള്ളൂ. പക്ഷെ നിങ്ങളുടെ പേരൻസ് കാണാതായതിനെ കുറിച്ച് അവരൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ഒരു പക്ഷെ അവരും ഇതും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല. നീ പറയുന്നതെല്ലാം ഞങ്ങൾ വിശ്വസിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് കട്ടപ്പ അവനോട് ചോദിക്കുന്നു. ഞങ്ങളുടെ ടെറിട്ടറിക്കകത്തോട്ട് കയറുന്നത് ആരാണെങ്കിലും അവരെ ഞങ്ങൾ ഇല്ലാതാക്കും.
പക്ഷെ ഞാൻ ആരെയും അറ്റാക്ക് ചെയ്തിട്ടില്ല. കാരണം ഞാൻ ഹിഗാഷി വില്ലേജിലുള്ളവരെ പോലെ അത്രയും വെറി പിടിച്ചവനല്ല. ഇപ്പോ തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത് സമാധാനത്തോടെ നിങ്ങളോട് സംസാരിച്ച് യുരുവിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടിട്ടാ. കാഗമോരി ക്ലാനിലുള്ളവരല്ല അത് ചെയ്തതെന്ന് നിങ്ങൾക്ക് ഉറപ്പാണോ? കാഗമോരി ക്ലാനിനകത്തും പല നിലപാടുള്ള ആളുകളുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ട്വിൻസിന്റെ അടുത്ത് നിന്നും അതിനു മാത്രം എന്താണ് വേണ്ടത് എന്ന് ഡാര അവരോട് ചോദിക്കുന്നു. ഓരോ പ്രാവശ്യം ഇതുപോലെ ട്വിൻസ് ജനിക്കുമ്പോ ഈ ലോകത്ത് പല പ്രശ്നങ്ങളും ഉണ്ടാകും. ബ്രേക്കും സീലും ഇല്ലെങ്കിലും നമുക്ക് യാതൊരു കുഴപ്പവും ഉണ്ടാകില്ല. ഇനി ഇതുപോലെ ജനിക്കാൻ പോകുന്ന ട്വിൻസിൽ അവസാനത്തേത് ഇവർ രണ്ടുപേരും ആകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഹിഗാഷി വില്ലേജ് ഒറ്റയടിക്ക് ഇല്ലാതാക്കണം. ഈ ലോകം മുഴുവൻ അവരുടെ അധീനതയിൽ കൊണ്ടുവരണമെന്ന ആഗ്രഹത്തോടെയാണ് അവർ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കാലം ഒരുപാട് മാറി. ഞങ്ങളും അവരുടെ ബ്ലഡ് ആണ്. സോ ഇതിനൊരു തീരുമാനം ഞങ്ങൾ ഉണ്ടാക്കും. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. ബ്രേക്കിന്റെയും സീലിന്റെയും പവർ ഉപയോഗിച്ച് ഈ ലോകത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കും. ആ പവർ ഉണ്ടാക്കുന്ന ഹിഗാഷി വില്ലേജ് നശിപ്പിക്കുന്നതിന് പകരം ഒരു ഓർഗനൈസേഷന്റെ കീഴിൽ അവരെ കൺട്രോൾ ചെയ്യണം. അതാണ് ശരിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്ന് ആസും അവരോട് പറയുന്നു. ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, ഞങ്ങൾ കാരണം മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചപ്പോ നിങ്ങൾ ഇല്ലെന്നാണ് പറഞ്ഞത്. ഞങ്ങളുടെ പവേഴ്സ് ഉപയോഗിച്ച് മറ്റുള്ളവരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതെന്ന് നിങ്ങൾ പറഞ്ഞു. അതൊന്നും ഞങ്ങളുടെ തെറ്റല്ലെന്ന് നിങ്ങൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് സമാധാനമായത്. ഞാൻ ജീവിക്കുന്നതിന് ഒരർത്ഥമുണ്ടെന്ന് തോന്നിയത്. താങ്ക് യു എന്ന് പറഞ്ഞ് യൂരോ തന്റെ പാത്രത്തിലെ അവസാനത്തെ അരിമണിയും തിന്നുന്നു. ഇവൾ എന്നോട് എല്ലാത്തിനും ക്ഷമ ചോദിച്ചു. പക്ഷെ വില്ലേജ് അറ്റാക്ക് ചെയ്തതിന് ഞാൻ ഇവരോട് ക്ഷമിക്കില്ല. അല്ലേലും ഇവൾ ചെയ്യാത്തൊരു തെറ്റിന് ഇവൾ എന്തിന് ക്ഷമ ചോദിക്കണം? ഇതെല്ലാം അവളുടെ തെറ്റാണെന്ന് ആരാ അവളെ ചിന്തിപ്പിക്കുന്നത്? ട്വിൻസായി ജനിച്ചതുകൊണ്ട് എന്തിന് ഞങ്ങൾ ഇങ്ങനെ സീക്രട്ട് ആയിട്ട് ജീവിക്കണം? ഞങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് മറ്റുള്ളവരെന്തിനാ തീരുമാനിക്കുന്നത്? കാഗമോരി ക്ലാനിൽ തന്നെ ശത്രുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് അവർ കേൾക്കും. ഡേറ, ഞാൻ പറയുന്നത് ഹിഗാഷി വില്ലേജിലുള്ളവരോടും പോയി പറയണം. എന്തൊക്കെ റീസൺ ഉണ്ടെങ്കിലും ഞാൻ ഓടാനും ഒളിച്ചിരിക്കാനും പോകുന്നില്ല. ഹിഗാഷി വില്ലേജിലുള്ളവരാണെങ്കിലും ശരി, കാഗമോരി ക്ലാനിലുള്ളവരാണെങ്കിലും ശരി, നിങ്ങൾക്ക് എന്റെ തല വേണമെങ്കിൽ ഇവിടെ വന്നെടുത്തോ. എന്നാ അങ്ങനെ വരുന്നവരെന്റെ കയ്യിൽ പെട്ടാൽ അവരെ കൊണ്ടെല്ലാം ഞാൻ പറയിപ്പിച്ചിരിക്കും എന്ന് മാസായി പറയുവാണ് യൂരു. ഇത് കേട്ട് ആസ് അവന്റെ അടുത്തോട്ട് എഴുന്നേറ്റ് വരുന്നു. ഹേയ്, നീ ഒരു മണ്ടനാണ്. നിന്നെ അറ്റാക്ക് ചെയ്യാൻ വരുന്നവർ എങ്ങനത്തെ ആളുകളാണെന്ന് നിനക്കറിയില്ല. അതുകൊണ്ടാ നീ ഇതൊക്കെ പറയുന്നത്. ഞാൻ അനുഭവിച്ചത് ഒരിക്കലും നീ അനുഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. അതുകൊണ്ട് നീ ഓടണം, ഒളിച്ചിരിക്കണം. നിന്റെ ജീവിതം ഒരിക്കലും കളയാൻ പാടില്ല. ഹേയ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, ഇവൻ എന്തെങ്കിലും പറഞ്ഞു കൊടുക്ക. ഇവന്റെ ഡെമൺസ് ആയിട്ട് ഇവൻ എന്താണോ പറയുന്നത് അതേ ഞങ്ങൾ ചെയ്യൂ. ഇനി എത്ര വലിയ പ്രശ്നം വന്നാലും അതിനെ ഞങ്ങൾ മറികടക്കും എന്ന് ചിരിച്ചോണ്ട് പറയുവാണ് അവർ. ഹേയ് യൂരോ, കാഗമോരി ക്ലാനിന്റെ കൂടെ ചേരാൻ നിനക്ക് താല്പര്യമില്ലേ? ഇവിടെ നീ സേഫ് ആയിരിക്കും. ഈ സ്ഥലം നിനക്ക് ഒരുപാട് കംഫർട്ടബിൾ ആയിരിക്കും. ഒരിക്കലുമില്ല. ഹിഗാഷി വില്ലേജ് ഒരുപാട് മോശമാണെന്നാണ് നിങ്ങൾ പറഞ്ഞത്. പക്ഷെ ഞാൻ ജനിച്ചു വളർന്നത് അവിടെയാണ്. നിങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കാം. പക്ഷെ അവിടെയുള്ളവർക്കും അതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഹിഗാഷി വില്ലേജ് അറ്റാക്ക് ചെയ്തവരുടെ കൂടെ ഒരിക്കലും ഞാൻ ചേരില്ല. നമ്മുടെ പാരന്റ്സിനെ നീ അന്വേഷിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇനി ഞാൻ എന്റെ സ്റ്റൈലിലൊന്ന് അന്വേഷിക്കാൻ പോവാ. ഡയറയുടെ കൂടെ ചേർന്ന് അവരെ കണ്ടുപിടിക്കുക എന്നതാണ് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത്. യൂരോ, സത്യം പറഞ്ഞ നിന്നെ എവിടെയെങ്കിലും മറച്ചു വെക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ടെക്നിക്കലി ഞാനാണ് അവന്റെ ഗാർഡിയൻ. അവൻ എങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നോ അതിനുവേണ്ടി അവനെ സപ്പോർട്ട് ചെയ്യുകയും പ്രൊട്ടക്ട് ചെയ്യുകയാണ് ഞാൻ ചെയ്യേണ്ടത്. സോ മിസ്റ്റർ കാഗമോരി, ആസാ, ഞങ്ങൾക്ക് പോകാമോ എന്ന് ഡാര അവരോട് ചോദിക്കുന്നു. ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, ഡാര, എന്റെ ബ്രദറെ നന്നായി നോക്കണം എന്ന് ആസ് അവരോട് പറയുന്നു. അതോർത്ത് വിഷമിക്കേണ്ടെന്ന് ലെഫ്റ്റും റൈറ്റും പറയുന്നു. അങ്ങനെ അവരെ യാത്രയാക്കാൻ ആസയും മറ്റു കാഗമോരീസും പുറത്തോട്ട് വരുന്നു. ഈ ഗേറ്റ് ആണ് ബാരിയറിന്റെ എഡ്ജ്. ഇത്രയും ദൂരം മാത്രമേ എന്നെ കൊണ്ടുവരാൻ സാധിക്കൂ. ഞാൻ പുറത്തു വന്നാൽ ബ്രേക്കിന്റെ പവർ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നവർ എന്നെ അറ്റാക്ക് ചെയ്യും എന്ന് ആസ് അവനോട് പറയുന്നു. അവൾക്ക് ഈ ഗേറ്റ് വിട്ട് പുറത്തോട്ട് വരാൻ സാധിക്കില്ല. ആ റൂമിൽ നിന്നും ഈ മാൻഷൻ വരെ എത്തിയിട്ടും യാതൊരു മാറ്റവുമില്ല എന്ന് യൂരു ചിന്തിക്കുന്നു. അപ്പോഴാണ് ഒരു കാര്യം പറയാൻ മറന്നു എന്ന് പറഞ്ഞ് തങ്ങളുടെ പാരന്റ്സിന്റെ ഫോട്ടോ ആസ് അവന് കാണിച്ചു കൊടുക്കുന്നത്. എന്നാൽ അതിനകത്ത് എങ്ങനെ അവർ വന്നതെന്ന് യൂരുവിന് മനസ്സിലാകുന്നില്ല. സോ അവന്റെ കൂടെ ഒരു സെൽഫി എടുത്ത് ഇത് ഫോട്ടോയാണെന്ന് ആസ് അവനോട് പറയുന്നു. അതിനെക്കുറിച്ചൊന്നും യൂരുക്ക് മനസ്സിലായില്ലെങ്കിലും ആ സിറ്റുവേഷൻ മുതലെടുത്ത് ആസ് അവന്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തെന്ന് പറഞ്ഞ് സന്തോഷിക്കുന്നു. ആസ, എനിക്ക് ഒന്നുകൂടെ അവരെ കാണാൻ പറ്റുമോ? ആ നാട്ടിലെ വസ്ത്രം ധരിച്ചിരിക്കുന്ന തന്റെ പാരന്റ്സിനെ കണ്ട് അവന് അത്ഭുതം തോന്നുന്നു. 10 വർഷമായിട്ട് ഞാൻ ഇവരെ കണ്ടിട്ടില്ല. ഇപ്പൊ ഇവരെവിടെയാണാവോ? തീർച്ചയായിട്ടും അവർ ജീവനോടെ ഉണ്ടാകും. ഈ ഫോട്ടോ ഞാൻ നിനക്ക് പ്രിന്റ് ചെയ്ത് അയച്ചു തരാം.
നിന്റെ അഡ്രസ് ഒന്ന് പറ. എന്ന് ആസ അവനോട് ചോദിക്കുന്നു. പക്ഷെ അവൻക്ക് അവന്റെ അഡ്രസ് അറിയാൻ പാടില്ല. അതുകൊണ്ട് ആസ ഡയറയോട് അഡ്രസ് ചോദിക്കുന്നു. എന്നാൽ കാഗമോറിസിന്റെ കൂടെയുള്ള ഒരാൾക്ക് തന്റെ അഡ്രസ് തരാൻ പറ്റില്ലെന്ന് ഡയറ അവളോട് പറയുന്നു. ഇവരുടെ പാരന്റ്സിനെ കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാൽ അത് ഇവരെ അറിയിച്ചേ പറ്റൂ. നിങ്ങളുടെ അഡ്രസ് വേണമെന്നില്ല, അറ്റ്ലീസ്റ്റ് ഫോൺ നമ്പറോ ഇമെയിൽ ഐഡിയോ താ. ഒരിക്കലുമില്ല. ഞങ്ങളെക്കുറിച്ചുള്ള എന്തെങ്കിലും പേഴ്സണൽ ഇൻഫർമേഷൻ നിങ്ങൾ അറിയാൻ എനിക്ക് തീരെ താല്പര്യമില്ല. ശരി, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ സ്ഥലത്തോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ് ജിൻ ഒരു കാർഡ് എടുത്ത് അവന് കൊടുക്കുന്നു. ഗേൾസ് ബാറോ? അതെ, അത് കാഗമോരിയുടെ ഒരു ബിസിനസ് ആണ്. അവിടെ വന്ന് എന്റെ പേര് പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് ആവശ്യമുള്ളത് കിട്ടും. ഓ തീർച്ചയായിട്ടും എന്ന് സന്തോഷത്തോടെ പറയുവാണ് ഡേര. ശരി, നമുക്ക് വീണ്ടും കാണാം എന്ന് പറഞ്ഞ് അവരവിടെ നിന്നും പോകുന്നു. ഹേയ് യുരു, നിന്നെ കൊണ്ടുവരാൻ സാധിച്ചില്ലെന്ന് പറഞ്ഞ് അച്ഛനും അമ്മയും എല്ലാ ദിവസവും സങ്കടപ്പെടുമായിരുന്നു. നിന്നെയും കൂടെ കൊണ്ടുവരണമെന്നായിരുന്നു അവർ വിചാരിച്ചത്. പക്ഷേ മഹാഗ്രാനി അതിന് സമ്മതിച്ചില്ല. അവർ വേണോന്ന് വിചാരിച്ച് നിന്നെ അവിടെ വിട്ടിട്ട് വന്നതല്ല എന്ന് ആസ അവനോട് പറയുന്നു. ഇത് കേട്ട് യൂറോക്ക് ഒരുപാട് സന്തോഷമാകുന്നു. ഞാൻ ഇത്രയും ദൂരം വന്നതിന് എനിക്ക് ഈ ഒരു വാക്ക് മാത്രം മതി. ശരി, പിന്നെ കാണാം എന്ന് പറഞ്ഞ് ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ യൂറോ അവിടെ നിന്നും പോകുന്നു. പെട്ടെന്ന് ആസ ഓടിപ്പോയി അവനെ കെട്ടിപ്പിടിക്കുന്നു. യുരു, സൂക്ഷിക്കണം, നമുക്ക് പിന്നെ കാണാം എന്നവൾ പറയുന്നു. എന്നത് യൂരോക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ കെയർലെസ് ആയിരുന്നു. അവൾ എന്റെ അടുത്തോട്ട് വന്നു. അവൾ ഒരു കരടിയായിരുന്നെങ്കിൽ ഈ സമയം ഞാൻ മരിച്ചുപോയനെ. ഒരു സംശയവുമില്ല, അത് ആസയാണ്, എന്റെ ആസ. എനിക്കറിയാം, അത് അവളാണ് എന്റെ യഥാർത്ഥ സിസ്റ്റർ എന്ന് പറഞ്ഞു യൂരോ കരയുന്നു. ഹേയ് ജിൻ, നിങ്ങൾ അവരെ ഫോളോ ചെയ്യാൻ പാടില്ല. വിശ്വാസമാണ് ഇവിടെ ഇമ്പോർട്ടന്റ് എന്ന് ആസ അവനോട് പറയുന്നു. നോർമലി ഒരു തേർഡ് പേഴ്സൺ ആയിരിക്കും ലെഫ്റ്റിനെയും റൈറ്റിനെയും ഉപയോഗിച്ച് സീൽ ആൻഡ് ബ്രേക്കിനെ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ അവർ രണ്ടുപേരും സീലിന്റെ പവറുള്ള അവന്റെ ഡെമൺസ് ആയി മാറിയിരിക്കുന്നു. യൂറോക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അടുത്തത് എന്ത് നടക്കുമെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല എന്ന് കട്ടപ്പ അവരോട് പറയുന്നു. സോ അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്നു, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരാതിരിക്കും. ബൈ.